ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ ദീപിക മുഖപ്രസംഗം. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിശദീകരണവുമായി സർക്കാർ രംഗത്ത് വരികയാണ്. ആരും അറിയാതെ ശുപാർശകൾ നടപ്പാക്കിയോ എന്നും പത്രം പരിഹസിക്കുന്നു. ശുപാർശകൾ നടപ്പാക്കിയെങ്കിൽ എപ്പോൾ, എങ്ങനെ നടപ്പാക്കി എന്ന് വ്യക്തമാക്കണമെന്നും കമ്മീഷൻ റിപ്പോർട്ടുകൾ പരസ്യമാക്കണമെന്നും മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു. സജു ദേവസിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം സജു ദേവസി, എന്താണ് ഈ ജെ.ബി. കോശി റിപ്പോർട്ട് നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറയണം. ക്രിസ്ത്യൻ പ്രേക്ഷകരെ പാലുളി കമ്മിറ്റി, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചും അവരുടെ ജീവിത അവസ്ഥകളെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ടായിരുന്നു. അതിനെ തുടർന്ന് പാലുളി കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ കേരളത്തിലും ന്യൂനപക്ഷത്തെക്കുറിച്ചുള്ള പഠനത്തിന് വിധേയമാക്കി. അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രാതിനിധ്യം, അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് ഈ ജെ.ബി. കോശി കമ്മിറ്റി. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ 284 പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ 220 നടപ്പിലാക്കിയെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ ദീപിക പറയുന്നു എവിടെ നടപ്പിലാക്കി, രഹസ്യമായിട്ട് നടപ്പാക്കൂ എന്നുള്ളതാണ് ചോദ്യം. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് വീണ്ടും ജെ.ബി. കോശി റിപ്പോർട്ട് വീണ്ടും ചർച്ചയാവുകയാണ്. ജെ.ബി. കോശി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സർക്കാരാണത് പുറത്തുവിടേണ്ടതെന്ന് പറയുന്നു. ഇപ്പോൾ ദീപിക പത്രത്തിലുള്ള മുഖപ്രസംഗം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്? എന്താണ് സഭയുടെ നിലപാട് ഈ വിഷയത്തിൽ? സജോ. ഡോക്ടർ അരുൺകുമാർ, മുഖ്യമന്ത്രി ഈ കാര്യം വിശദീകരിച്ചിരുന്നു. അതായത് ക്രോഡീകരിച്ച ശുപാർശകൾ 220 എണ്ണമാണ്, ഉപശുപാർശകളുമുണ്ട്. അങ്ങനെയുള്ള ഈ ശുപാർശകൾ സംബന്ധിച്ച് വിശദമായി തന്നെ നേരത്തെയും വകുപ്പ് സെക്രട്ടറിമാർക്ക് ശുപാർശകൾ അയച്ചു നൽകുകയും അതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ പ്രധാനപ്പെട്ട ശുപാർശകൾ നടപ്പാക്കുകയും ബാക്കി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. എന്ന് വെച്ചാൽ എല്ലാം നടപ്പിലാക്കി വരുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാദം. പക്ഷേ ഇതിൽ നേരത്തെ ക്രൈസ്തവ സഭകൾ സ്വീകരിച്ച നിലപാട് കുറെ കൂടി ശക്തമായി പറയുകയാണ്. സിറോ മലബാർ സഭയുടെ പ്രസിദ്ധീകരണം കൂടിയായ ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇതെങ്ങനെയാണ്, രഹസ്യമായാണോ നടപ്പാക്കുന്നത്? ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണ് വേണ്ടത്. അതായത് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ അതെല്ലാവർക്കും ആക്സസ് ചെയ്യാം, വായിക്കാം. നടപടി സ്വീകരിച്ചതിനെ സംബന്ധിച്ച് പിന്നീട് അതിന്മേൽ വിശദാംശങ്ങൾ ആരായുകയും ചെയ്യാം. കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സമ്പൂർണ്ണമായി പരസ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അതിലെന്താണ് തടസ്സം? എന്താണ് ദീപികയുടെ പ്രധാനപ്പെട്ട ചോദ്യം? അതല്ലാതെ രഹസ്യമായി വല്ലതും നടപ്പാക്കിയോ എന്ന് പരിഹസിക്കുകയാണ്. അതാണ് ദീപിക പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നതിന്റെ ആകെത്തുക. ഇതിന്റെ ശുപാർശകളുണ്ട്, അതൊക്കെ വ്യക്തമാണ്. 220 ക്രോഡീകരിച്ച ശുപാർശകളുണ്ട്, ഉപശുപാർശകളും ഒക്കെയുണ്ട്. അത് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ചുള്ള വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയവയാണ്. അത് നടപ്പാക്കിയെന്ന് പറയുമ്പോൾ എന്താണ് എന്ന് അതിലൊരു സുതാര്യത ഉറപ്പുവരുത്താൻ ഈ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് വേണ്ടത്. അതായത് ഇതിൽ പ്രധാനം തിരഞ്ഞെടുപ്പ് കാലമാണ്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. സഭകളും വിവിധ സംഘടനകളും ഒക്കെ ഇതൊരു പ്രധാനപ്പെട്ട ആയുധമാക്കുന്നുണ്ട്. ഇത് പരസ്യപ്പെടുത്തുക, അതിന്റെ ഉള്ളടക്കം പരസ്യപ്പെടുത്തുക, വളരെ വേഗത്തിൽ നടപ്പാക്കുന്നതിലേക്ക് പോകേണ്ടതാണ്. നേരത്തെ തന്നെ, അതായത് കാലങ്ങളായി തന്നെ ഇത് പരസ്യപ്പെടുത്തും. റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ പരസ്യപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതാണ്. പക്ഷെ അതിന്മേലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. പകരം നടപ്പാക്കി എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ അതിലൊരു അവ്യക്തതയുണ്ട്. എന്താണെന്ന് അറിയണം. ഇതാണ് ഇവരുടെ വാദത്തിന്റെ ആകത്തുക. അതാണ് ഈ മുഖപ്രസംഗത്തിന്റെയും ഉള്ളടക്കം. ഓക്കെ, സജോയാണ് വിവരങ്ങൾ നൽകിയത്.